ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായിരിക്കുന്നു. ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് നോക്കാം. അനിവാര്യ ഘട്ടത്തിൽ RSSുമായി CPIM ചേർന്നിട്ടുണ്ട് എന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. RSSുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ല. താൻ പറഞ്ഞത് വളച്ചൊടിച്ചുവെന്നും ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസുകാരാണ് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. CPIM RSS ബന്ധം എല്ലാ കാലത്തുമുണ്ടെന്ന് VD സതീശൻ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധമെന്ന് സണ്ണി ജോസഫ്, നിലമ്പൂരിലും BJP CPIM ബന്ധമെന്ന് അടൂർ പ്രകാശ്. നിലമ്പൂർ നാളെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാനവട്ട വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. മണ്ഡലത്തിൽ കനത്ത സുരക്ഷ. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി എവിടെയാണ് എന്ന് തനിക്കറിയാം. ഖൊമൈനിയെ ഇപ്പോൾ കൊല്ലുന്നില്ലെന്നും ട്രംപിന്റെ സന്ദേശം. ഇറാൻ കീഴടങ്ങില്ല എന്ന് ഖൊമൈനി. ആക്രമണ പ്രത്യാക്രമണം തുടർന്ന് ഇസ്രയേലും ഇറാനും. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. തീരുമാനം G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി മാർക്ക് കാർണി ചർച്ചയിൽ. ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയത് കഴിഞ്ഞ വർഷം. ഇന്ത്യ പാക് തർക്കത്തിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന് നൽകിയത് കൃത്യമായ തക്ക മറുപടി. ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചത് പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമാണ്. ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂർ കൊട്ടിലയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കാസർഗോഡ് ചെറുവത്തൂരിൽ മലയിടിഞ്ഞ് വീടുകളിലേക്ക് കല്ലുകൾ പതിച്ചു. കടലാക്രമണം രൂക്ഷമായതോടെ കണ്ണമാലിയിൽ റോഡ് ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികൾ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം ബാലരാമപുരം ദേവേന്ദു കൊലക്കേസിൽ നുണപരിശോധന. പ്രതിയായ അമ്മാവൻ ഹരികുമാറിനും അമ്മ ശ്രീതുവിനും നുണപരിശോധന നടത്തും. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് ശ്രീതുവാണെന്ന് അമ്മാവൻ ഹരികുമാർ. മൊഴി നൽകിയത് ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ SP-ക്ക്. മൊഴി മാറ്റിയതോടെ കുറ്റപത്രം നുണപരിശോധനയ്ക്ക് ശേഷമേ സമർപ്പിക്കൂ. ഇന്ത്യൻ വ്യോമസേന ടെസ്റ്റ് പൈലറ്റ് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയ്ക്ക് പുതിയ തീയതി. ആക്സിയം 4 ദൗത്യം ജൂൺ 22-ന്. വിക്ഷേപണം മാറ്റുന്നത് ഇത് 5-ാം തവണ. ശുഭാംശുവും സംഘവും ക്വാറന്റൈനിൽ തുടരുന്നു.